പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ശ്രീരാമാനുജ ആചാര്യനെ കുറിച്ചാണ്. ബുദ്ധ ജിനേന്ദ്ര ഗോരക്ഷ പാണി നിശ്ചപതഞ്ജലി ശങ്കരോ മധ്വനിം ഭാർഗൗ ശ്രീരാമാനുജ വല്ലഭൗ. ശ്രീരാമാനുജ ആചാര്യൻ. ശ്രീശങ്കരൻ കേരളത്തിൽ നിന്ന്, മധ്വാചാര്യർ കർണാടകയിൽ നിന്ന്, നിംബാർക്കാചാര്യൻ ആന്ധ്രയിൽ നിന്ന്, ശ്രീരാമാനുജ ആചാര്യൻ തമിഴ്നാട്ടിൽ നിന്നും. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിൽ പറയുന്നത്, അവതാരങ്ങൾ ഉത്തരഭാരതത്തിൽ അവതാരമായി പ്രത്യക്ഷപ്പെടുമ്പോൾ ആചാര്യന്മാർ ദക്ഷിണ ഭാരതത്തിൽ ജന്മമെടുക്കുന്നു എന്ന്. ചെന്നൈക്കടുത്തുള്ള പെരുമ്പൂതൂരിൽ ക്ഷേത്ര പൂജാരിയായിരുന്ന കേശവ ആചാര്യൻ്റെയും ഭൂദേവിയുടെയും മകനായി 1107 ഇളയാൾ വാർ ജനിച്ചു. ലക്ഷ്മണന്റെ സ്വഭാവ വിശേഷണങ്ങൾ കാരണം കുട്ടിയെ ആദിശേഷന്റെ അവതാരമാണെന്ന് കണക്കാക്കി എല്ലാവരും അവനെ രാമാനുജൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ഗ്രാമത്തിൽ 8-ാം വയസ്സിൽ ഉപനയനത്തിനു ശേഷം സുലഭ്യമായിരുന്ന വേദപഠനം അദ്ദേഹം നടത്തി. പിന്നീട് കാഞ്ചീപുരത്തെ യാദവ പ്രകാശ് എന്ന പണ്ഡിതന്റെ അടുക്കൽ പഠിക്കാൻ അയച്ചു. ഒരിക്കൽ ഗുരുവിന്റെ കൂടെ തീർത്ഥാടനത്തിനു പോയ രാമാനുജൻ കൂട്ടത്തിൽ നിന്നും വിട്ടുമാറി തിരിച്ചു നടന്നു. കാട്ടിൽ വഴിതെറ്റിയ ബാലന് വഴികാട്ടിയായത് ഒരു വേട ദമ്പതിമാരായിരുന്നു. കണ്ണടച്ച് തുറന്നതും രാമാനുജ ആചാര്യൻ കണ്ടത് കാഞ്ചീപുരത്തിനടുത്ത് താൻ നിൽക്കുന്നതാണ്. ലക്ഷ്മീദേവിയും വിഷ്ണു ഭഗവാനുമായിരുന്നു ആ വേദദമ്പതിമാർ എന്ന് ആചാര്യൻ തിരിച്ചറിഞ്ഞു. 16-ാമത്തെ വയസ്സിൽ തഞ്ചമ്മ എന്ന യുവതിയുമായിട്ട് അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു. മഹാഹങ്കാരിയും കലഹപ്രിയയുമായിരുന്നു ഈ സ്ത്രീ. അവർ ശ്രീരാമാനുജാചാര്യന്റെ ശിഷ്യന്മാരെയും ഭക്തജനങ്ങളെയും അദ്ദേഹത്തെ തന്നെയും അങ്ങേയറ്റം ദ്രോഹിച്ചു, അപമാനിച്ചു. അവസാനം ഗത്യന്തരമില്ലാതെ 30-ാമത്തെ വയസ്സിൽ അവരെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് അയച്ച് ശ്രീരാമാനുജ ആചാര്യൻ സന്യസിച്ചു. ഒരുപക്ഷെ ആചാര്യന്മാരിൽ ബ്രാഹ്മണ്യത്തെ സ്വീകരിക്കാതെ ഒരാൾ ശ്രീരാമാനുജ ആചാര്യനായിരിക്കും. അതായത് ബ്രാഹ്മണ ജാതി എന്ന് വിളിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണനല്ലാതെ വിശ്വവിഖ്യാതനായ ആചാര്യൻ. ശ്രീരംഗത്തെ സുപ്രസിദ്ധ വിദ്വാൻ യമുനാചാര്യർ കാഞ്ചീപുരത്ത് വന്നപ്പോൾ ശ്രീരാമാനുജനെ കണ്ടിരുന്നു. തൻ്റെ അന്ത്യസമയം അടുത്തുവെന്നറിഞ്ഞ യമുനാചാര്യൻ ശ്രീരാമാനുജനെ വിളിപ്പിച്ചു. തൻ്റെ ഉത്തരാധികാരിയാകണമെന്ന് ചിന്തിച്ചു. എന്നാൽ ശ്രീമാനുജ ആചാര്യൻ എത്തിയപ്പോഴേക്കും യമുനാചാര്യൻ ശരീരം വെടിഞ്ഞിരുന്നു. ഗുരുവിൻ്റെ 3 വിരലുകൾ മടങ്ങിയിരിക്കുന്നു. അവ 3 ആഗ്രഹങ്ങളെ പ്രതിനിധീകരിച്ചു. 1. ബ്രഹ്മസൂത്രത്തിന് ഒരു സരള വ്യാഖ്യാനം എഴുതുക. 2. ശ്രീ വ്യാസഭഗവാന്റെ ആൾവാർ വ്യാസഭഗവാന്റെ മഹത്വത്തെ വിളംബരം ചെയ്യുക. 3. വൈഷ്ണവ സിദ്ധാന്തം പ്രചരിപ്പിക്കുക. കാവേരി ജലമെടുത്ത് ഈ 3 ആഗ്രഹങ്ങളും നിറവേറ്റാമെന്ന് ശ്രീരാമാനുജൻ പ്രതിജ്ഞ ചെയ്തതോടെ വിരലുകൾ നിവർന്നു വന്നു. മധുരയിലെ തിരുക്കോഷ്ടിയൂർ സ്വാമിയിൽ നിന്നും മന്ത്രദീക്ഷ നേടാൻ ചെന്ന ശ്രീമാനുജനെ സ്വാമി 17 പ്രാവശ്യം തിരിച്ചയച്ചു. 18-ാമത്തെ പ്രാവശ്യമാണ് ദീക്ഷ നൽകിയത്. ദീക്ഷാമന്ത്രം പരസ്യമാക്കരുതെന്നും അത് മുക്തിമാർഗമാണെന്നും ഗുരു പറഞ്ഞു. ശ്രീരാമാനുജാചാര്യൻ വെളിയിൽ വന്ന് ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ കയറി തൻ്റെ ശിഷ്യന്മാർക്ക് ആ മന്ത്രം വിളിച്ചു പറഞ്ഞു കൊടുത്തു. ഓം നമോ നാരായണായ. കുപിതനായ ഗുരുവിനോട് ശ്രീരാമാനുജൻ വിനീതനായി അറിയിച്ചു, 10,000-ങ്ങൾക്ക് മോക്ഷം കിട്ടുമെങ്കിൽ ഞാൻ നരകത്തിൽ പോകാൻ തയ്യാറാണ്. സന്തുഷ്ടനായ തിരുക്കോഷ്ടിയൂർ നമ്പി ശിഷ്യനെ കെട്ടിപ്പുണർന്നു പറഞ്ഞു, ഇനി മുതൽ വൈഷ്ണവ സിദ്ധാന്തം രാമാനുജ ദർശനമെന്നാണ് അറിയപ്പെടുക. ശ്രീരാമാനുജൻ തൻ്റെ വിശിഷ്ട അദ്വൈത സിദ്ധാന്തം വിവരിക്കാൻ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതി. ബ്രഹ്മസൂത്ര ഭാഷ്യം അദ്ദേഹത്തിന് നൽകിയത് ലക്ഷ്മി ദേവിയാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ ശ്രീഭാഷ്യം എന്നാണ് അത് അറിയപ്പെടുന്നത്. രാമാനുജന്റെ പേരിലല്ല വേദാന്തസാരം
വേദാന്ത സംഗ്രഹം, ഗ്രന്ഥത്രയം എന്നറിയപ്പെടുന്ന ശരണാഗതി ഗദ്യം, ശ്രീരംഗഗദ്യം, ശ്രീവൈകുണ്ഠഗദ്യം, തിരുവാരാധനാ ക്രമം വിവരിക്കുന്ന നിത്യം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതികളാണ്. ആചാര്യൻ ദക്ഷിണ ഭാരതത്തിൽ വൻതോതിലും ഉത്തരഭാരതത്തിൽ ചെറിയ തോതിലും യാത്ര ചെയ്തു. ചോള രാജാക്കന്മാരൊഴിച്ചുള്ള രാജാക്കന്മാരും സാധാരണക്കാരും അദ്ദേഹത്തിന് ശിഷ്യപ്പെട്ടു. ഐത്തത്തെയോ ജാതി വ്യവസ്ഥയെയോ അംഗീകരിക്കുവാൻ കൂട്ടാക്കാത്ത ശ്രീമാൻ രാമാനുജ ആചാര്യർക്ക് നിരവധി ഭീഷണികൾ നേരിടേണ്ടി വന്നിരുന്നു. അന്നത്തെ ചോള രാജാവ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാൻ നോക്കി. എന്നാൽ അദ്ദേഹം തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വൈഷ്ണവ സിദ്ധാന്തം ഭാരതത്തിലെമ്പാടും വൻ പ്രചരണം നേടി. സജ്ജനങ്ങളെ, നമ്മുടെ ഗുരുപരമ്പരകളിൽ ദക്ഷിണ ഭാരതത്തിൽ നിന്ന് ആചാര്യന്മാരുടെ വലിയ ഒരു തുടക്കമുണ്ടായിട്ടുണ്ട്. കാലടിയിൽ ശങ്കരാചാര്യസ്വാമികൾ ജനിച്ചത് മുതൽ ഇങ്ങോട്ട് ഒരുപാട് മഹത്തുക്കൾ ഈ ദക്ഷിണ ഭാരതത്തിൽ ജനിച്ചു. അവതാര പുരുഷന്മാരുടെ ചരിത്രം, ശ്രീരാമനും ശ്രീകൃഷ്ണനും എല്ലാം ജനിച്ചത് ഉത്തര ഭാരതത്തിലാണെങ്കിൽ ഈ മഹാത്മാക്കളായ ഗുരുപരമ്പരയ്ക്ക് ജന്മം നൽകിയത് ഈ ദക്ഷിണ ഭാരതമായിരുന്നു. അതിൽ വളരെ പ്രധാനമായിരുന്നു ശ്രീ രാമാനുജ ആചാര്യൻ എന്നറിയുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.